പത്തനംതിട്ടയുടെ വികസന കുതിപ്പിന് കരുത്തേകുമെന്ന് കരുതിയ പുതിയ കെഎസ്ആർടിസി ടെർമിനൽ സമുച്ചയം ചുവപ്പുനാടയിൽ കുരുങ്ങി ശ്വാസം മുട്ടുകയാണ്. അഗ്നിരക്ഷാസേനയുടെ എൻഒസിയും നഗരസഭയുടെ ബിൽഡിംഗ് നമ്പറും ലഭിക്കാത്തതിനെ തുടർന്ന് സമുച്ചയത്തിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലാണ്. ലക്ഷങ്ങൾ കടം വാങ്ങിയും മറ്റും മുറികൾ ലേലത്തിൽ പിടിച്ച വ്യാപാരികൾ കച്ചവടം തുടങ്ങാനാകാതെ വൻ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പുറമെ നോക്കിയാൽ പ്രൗഢിയോടെ നിൽക്കുന്ന ഒരു കെട്ടിടം, എന്നാൽ അകത്ത് നിയമക്കുരുക്കുകളുടെ പെരുമഴയാണ്. മുൻ MLA കെ ശിവദാസ് നായരുടെ കാലത്ത് തുടക്കം കുറിച്ച പുതിയ ടെർമിനൽ സമുച്ചയത്തിന് നിർമ്മാണം പൂർത്തിയായിട്ടും രേഖകളിൽ ഇപ്പോഴും വിലാസമില്ല. അഗ്നിരക്ഷാസേനയുടെ നിരാക്ഷേപ പത്രം ലഭിക്കാത്തതാണ് പ്രധാന പ്രതിസന്ധി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാടെ ലംഘിച്ചാണ് നിർമ്മാണം നടത്തിയതെന്ന് അഗ്നിശമന സേന കണ്ടെത്തിയിട്ടുണ്ട്. ഈ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കാതെ NOC നൽകില്ലെന്ന ഉറച്ച നിലപാടിലാണ് അധികൃതർ. NOC ഇല്ലാത്തതിനാൽ കെട്ടിടത്തിന് നമ്പർ നൽകാൻ പത്തനംതിട്ട നഗരസഭയും തയ്യാറായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫയർഫോഴ്സിന് ഒരു അംഗീകാരം അവിടെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നഗരസഭയ്ക്ക് അതിനുള്ള ലൈസൻസ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ചില നിയമവിരുദ്ധമായിട്ട് കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടുണ്ടെന്നാണ് കൂടിയാണ് അറിയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ക്രമവൽക്കരിക്കുമെങ്കിൽ മാത്രമേ നഗരസഭയ്ക്ക് അതിൻ്റെ ലൈസൻസ് കൊടുക്കാൻ സാധിക്കും. നഗരസഭയുടെ കുഴപ്പമല്ല. അപ്പോൾ നഗരസഭ ലൈസൻസ് കൊടുക്കണമെങ്കിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അധികൃതരുടെ ഈ പിടിപ്പുകേടിന് വലിയ വില നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ വ്യാപാരികളാണ്. 2017 2.63 കോടി രൂപ KSRTCക്ക് നൽകിയാണ് 13 വ്യാപാരികൾ താഴത്തെ നിലയിലെ കടമുറികൾ ലേലത്തിൽ പിടിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ തുറന്നു നൽകാമെന്ന വാഗ്ദാനം നൽകി കച്ചവടക്കാരുടെ സാമ്പത്തികമത്രയും അധികൃതർ കൈക്കലാക്കി. 2021 ഡിപ്പോ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ബിൽഡിംഗ് നമ്പരും ലൈസൻസും ഇല്ലാത്തതിനാൽ മുറികൾ തുറക്കാൻ നിയമപരമായി സാധിക്കില്ല. ശബരിമല തീർത്ഥാടകരടക്കം നിരവധി യാത്രക്കാരെത്തുന്ന പത്തനംതിട്ട KSRTCക്ക് അഗ്നിശമന സേനയുടെ NOCയോ നഗരസഭയുടെ സർട്ടിഫിക്കറ്റോ ഇല്ലെന്നുള്ളത് വിചിത്രം തന്നെയാണ്. ക്യാമറമാൻ അമൽ ജോണിനോടൊപ്പം വിഷ്ണു പുതുശ്ശേരി, മീഡിയ 1 പത്തനംതിട്ട.